ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹൗ ഐ ലുക്ക് മൈ സെൽഫ് ഹാപ്പി ആൻഡ് പീസ്ഫുൾ. അതായത് ഞാൻ എന്നെ നോക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതിൽ ഞാൻ കുക്കിങ്ങോ ബാക്കി കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ എനിക്ക് വേണ്ടി ചിലവഴിക്കുന്ന സമയവും എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ബ്രഷ് ചെയ്യാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ നഖമൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ നഖം വെട്ടുന്നത് സുന്നത്താണ്. അപ്പോൾ നമ്മൾ സുന്നത്ത് എടുക്കാമെന്ന് വിചാരിച്ചു. മുസ്ലിംസിനെ സംബന്ധിച്ച് നമുക്ക് സുന്നത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മുസ്ലിം അല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ എല്ലാ മതക്കാരെയും ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് കേട്ടോ. ഇന്ന മതം മാത്രമേ മതേതരത്വമൊന്നും പാടില്ല. എനിക്ക് എല്ലാ മതക്കാരോടും ഇഷ്ടമാണ്, ബഹുമാനമാണ്. നമ്മൾ ഈ മതത്തിൽ ജനിച്ചു, ഈ മതത്തിൽ വിശ്വസിക്കുന്നു, അതുപോലെയാണ് എല്ലാവരും ചെയ്യുന്നത്. സോ എല്ലാവരോടും ബഹുമാനം മാത്രമേ ഉള്ളൂ കേട്ടോ, സ്നേഹം മാത്രം. അപ്പോൾ നമ്മുടെ ഒരു സുന്ന നമ്മൾ നോക്കുക. അവരവരുടെ മതത്തിലുള്ള സുന്ന കർമ്മങ്ങളൊക്കെ അവർ നോക്കട്ടെ. നമ്മൾ ആരെയും കുറ്റവും പറയണ്ട, ഗുണവും പറയണ്ട. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അതാണ് എപ്പോഴും നല്ലത്. അങ്ങനെയാകുമ്പോൾ ഹാപ്പിയാണ്. നിങ്ങൾ ആരെയും കുറ്റം പറയാതിരുന്നാൽ മതി. നമ്മൾ സ്വയമേ ആരെയും കുറ്റം പറയാതിരിക്കുക. കാരണം നമ്മളെല്ലാവരും ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് നമ്മളാരെങ്കിലും കുറ്റം പറയുമ്പോൾ നമുക്ക് വിഷമമാകാൻ പാടില്ലല്ലോ. ഞാൻ ആരെയും കുറ്റം പറയാറില്ല, കുറ്റപ്പെടുത്താറുമില്ല. എന്നെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ, മോശം പറയുന്നുണ്ടോ, നോ മാറ്റർ, ഞാനത് ബോദർ ചെയ്യാറേ ഇല്ല. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയും, ഞാൻ എന്നെക്കുറിച്ച് ബോദർ ചെയ്യാറില്ല. അതുപോലെ തന്നെ അപ്പോൾ നഖമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ, കണ്ടല്ലോ. പിന്നെ അപ്പം ഞാൻ അതിനെക്കുറിച്ച് ബോദർ ചെയ്യാറില്ല. കാരണം എന്നെ കുറ്റം പറയുന്നവരെ ഞാൻ അങ്ങോട്ട് മൈൻഡ് ചെയ്യാറേ ഇല്ല. അത് കുറ്റം പറയുന്നവരും അത് കേൾക്കുന്നവരുമായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അതിൽ നമ്മളതിൽ ആളേ അല്ല. നമ്മളെ ബാക്കിൽ നിന്നുകൊണ്ട് നമ്മളാരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവരെന്നും നമ്മളെ ബാക്കിലാണ്. അവരെ മുന്നിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരിക്കലും സമ്മതിക്കരുത്. നമ്മളെപ്പോഴും മുന്നിൽ തന്നെ ആവാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ നിങ്ങളും കൂടെ കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കാളും ബാക്കിലായി പോകും. സോ അപ്പോൾ ഓക്കെ, കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ നിന്ന് പുറത്ത് വന്ന ഉടനെ തന്നെ ഒരു വലിയ ഗ്ലാസ് വെള്ളം മുഴുവനായിട്ടും ഡ്രിങ്ക് ചെയ്യും കേട്ടോ. കാര്യം നമ്മൾ ഡ്രൈ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ ഹെൽത്ത് അല്ലെങ്കിൽ ശരീരത്തിലോട്ട് കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു ഡ്രൈനസ് ഒക്കെ മാറി നമ്മൾ കുറച്ച് ആക്റ്റീവ് ആവാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു ബോഡിക്ക് തന്നെ എന്തോ ഒരു എനർജി കിട്ടിയ ഫീലാണ്. അപ്പം ഞാൻ എന്നും ചെയ്യുന്ന കാര്യം ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യാമെന്ന് വിശ്വസിക്കുന്നു. കാര്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മേ ബി എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. പിന്നെ ഞാൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എൻ്റെ കാര്യങ്ങൾ ആരും അറിയരുത്, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മാത്രം നന്നാവണം, അല്ലെങ്കിൽ ഞാൻ മാത്രം സെറ്റാവണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും, മോശം കാര്യങ്ങളും ഷെയർ ചെയ്യും. അത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പ്രത്യേകം പറയും കേട്ടോ. അത് കാര്യം ഞാൻ ചെയ്യുന്ന മോശമാണെങ്കിൽ ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയും, നിങ്ങളത് ചെയ്യരുത്, മോശമാണെന്നുള്ള കാര്യം. അപ്പോൾ അതത്രയേ ഉള്ളൂ.
അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് എനിക്കിഷ്ടപ്പെട്ട സ്പോട്ടിൽ ഇരുന്നിട്ട് കഴിക്കാണ് എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി എനിക്കിഷ്ടപ്പെട്ട സ്പോട്ടിൽ ഇരുന്നിട്ടാണ് എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അൺഹെൽത്തി ആയിട്ടുള്ള ഒന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. കാണുന്നുണ്ടാവും ഞാൻ ഓപ്പൺ ടെറസിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറത്തേക്കുള്ള ഒരു ആക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ഡോറ് തുറന്നാൽ അപ്പുറത്തൊരു റൂം പോലെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനും ഇവിടെ വന്നിരുന്ന് ഈ കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കും, ആകാശത്തോട്ടും കിളികളുടെ സൗണ്ടും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കാണുന്നത്. പിന്നെ ഞാൻ ഇപ്പം മുമ്പുള്ള പോലെയല്ല, ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കും. എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നതിനോട് ഭയങ്കരമായിട്ട് സാമീപ്യം പാലിക്കുക, അതുപോലെ അവരെന്ത് വിചാരിക്കും ഇവരെന്താ വിചാരിക്കും എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ഇൻട്രോവേർട്ടായി മാറിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതായത് അവരെന്ത് പറയും ഇവരെന്ത് പറയുമെന്ന് ചിന്തിച്ചിട്ട് ഭയങ്കര ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ആരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാർ കുടുംബക്കാർ ഇവരൊക്കെ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ ലൈഫിലുള്ള നല്ല കാലം മൊത്തം പോയി കിട്ടും. നമ്മൾ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ലൈഫിൽ ചെയ്യില്ല. എന്നിട്ട് ഈ പറയുന്നവർ നമ്മളെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ? ആരും ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പാറിപ്പറന്ന് അങ്ങോട്ട് നടക്കുക സന്തോഷമായിട്ട്. ഇപ്പം ഞാൻ ഒട്ടും ഇൻട്രോവേർട്ടല്ല. ഞാൻ ഒന്നിനെക്കുറിച്ചും ആരെന്ത് പറയുന്നു ആരെന്ത് ചെയ്യുന്നു, എൻ്റെ പുറകിൽ നിന്ന് ആരൊക്കെ എന്നെ കുറ്റം പറയുന്നു, എന്നെക്കുറിച്ച് പറയുന്നു, ഞാനൊരു കാര്യങ്ങളും ബോദർ ചെയ്യാറേ ഇല്ല. അതുകൊണ്ട് ഞാനിപ്പം ഐ ലുക്ക് മൈസെൽഫ് വെരി ഹാപ്പി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എന്നെ കാണുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഒട്ടും ഇൻട്രോവേർട്ടല്ല. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും സംസാരിക്കാനും എന്ത് സംസാരിക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആരുടെ അടുത്ത് എന്ത് പറയണം, എന്ത് മറുപടി പറയണം എല്ലാം എനിക്കറിയാം. സോ ഇപ്പം ഞാൻ പഴയ ഒരാളല്ല, പഴയ ഒരു ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, പീസ്ഫുള്ളാണ്, സ്ട്രോങ് ആണ്. സിറ്റുവേഷൻസൊക്കെ നമ്മളെ സ്ട്രോങ് ആക്കുമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ എല്ലാവരും ടുക്ക് യുവർ സെൽഫ് ഹാപ്പി ആൻഡ് പീസ്. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ഒരുപാട് കയറി സംസാരിക്കും. എനിക്ക് നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം ഒത്തിരി കാര്യങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് സജഷൻസ് ഇങ്ങനെ മൈൻഡിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. കാര്യമായിട്ട് ഒന്നും പറയുന്നില്ല. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച്, എൻ്റെ പേഴ്സണാലിറ്റിയെക്കുറിച്ച്, ഞാനിപ്പോൾ മാറിയ അല്ലെങ്കിൽ എനിക്ക് വന്ന ചേഞ്ചസിനെ കുറിച്ചൊക്കെ ഞാൻ ഏകദേശമൊക്കെ ഞാനിവിടെ പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി സമയം കണ്ടെത്താനും എൻ്റെ സെൽഫ് ഹാപ്പി ആക്കാനും മാക്സിമം ഇപ്പോൾ നോക്കാറുണ്ട്. ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങളെയും ഞാൻ ബോധർ ചെയ്യാറില്ല. അങ്ങനെ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. എല്ലാവരും അത് ക്യാച്ച് ഔട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പുറത്തൊക്കെ വന്ന് ഓപ്പൺ ടെറസിൻ്റെ അവിടെയൊക്കെ വന്നിങ്ങനെ സ്കൈ ഒക്കെ ഇങ്ങനെ നോക്കി നിന്നു. കിളികളുടെ ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ തൊട്ടടുത്തൊരു ബിൽഡിംഗ് ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുന്ന് ഈ പണി വർക്കേഴ്സിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അതും കേൾക്കുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ പുറത്തോട്ടുള്ള ഒരു ആക്സസ് ഇതായതുകൊണ്ട് ഇതിനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അതിനിടയ്ക്ക് ഞാൻ ഫുഡൊക്കെ കഴിച്ച് അകത്തോട്ട് പോയി ഒന്ന് കിടന്നു കേട്ടോ. എനിക്കെന്തോ ഒന്ന് കിടക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഒന്ന് കിടന്നു. ഒരു അരമണിക്കൂർ ഞാനൊന്ന് കിടന്നു. ഹാപ്പി ആയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കിടന്നു.
അത് കഴിഞ്ഞ ശേഷം ഞാൻ കിച്ചണിലോട്ടെത്തി. കിച്ചണിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ നീരറുത്ത എണ്ണ എന്നൊക്കെ പറയില്ലേ, വെളിച്ചെണ്ണ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് നീരറുത്ത എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി കൊടുത്തു വിട്ടാണ് കേട്ടോ. എനിക്കെന്നല്ല, ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തു വിട്ടാണ്. എൻ്റെ ബ്രദറിനും എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ കുട്ടിക്കും ബേബിക്കും വേണ്ടിയിട്ട് കൊടുത്തു വിട്ടാണ്. അടിപൊളി ഒരു സ്മെല്ലൊക്കെയാണ് കേട്ടോ ഈ എണ്ണയ്ക്കുള്ളത്. നല്ലൊരു സ്മെല്ലാണ്. പിന്നെ ഈ ഒരു എണ്ണയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മ ഇതിലേക്ക് 15ഓളം സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആണ്. സിസ്റ്റർ ഇൻ ലോ എന്ന് പറയാൻ പറ്റില്ല, മേ ബി ജസ്റ്റ് ലൈക്ക് മൈ സിസ്റ്റർ. എൻ്റെ ബ്രദറിൻ്റെ വൈഫാണിത് ഉണ്ടാക്കിയിട്ടുള്ളത്. താങ്ക് യു സോ മച്ച് ഫോർ ഹെർ. അപ്പം ഇതുണ്ടാക്കി തന്നത് അവളാണ്. പിന്നെ എൻ്റെ ഉമ്മയും അവളുമായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് തിരഞ്ഞ് അവിടെയും ഇവിടെ നിന്നൊക്കെ ഒപ്പിച്ചുണ്ടാക്കി തന്നതാണ് കേട്ടോ. താങ്ക്സ് ടു ഹെർ ആൻഡ് താങ്ക്സ് ടു മൈ മദർ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഈ എണ്ണ യൂസ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എണ്ണയിട്ട് കുളിക്കാറൊന്നുമില്ല. ഞാൻ കുളിക്കാറേ ചിലപ്പോൾ ഒരു വീക്കിലി ഒരു 4 ടൈംസ് ഒക്കെയാണ്, ഒരു 3 to 4 ടൈംസ് ഒക്കെ ഞാൻ തല കഴുകുള്ളൂ. കുളിക്കാറില്ല എന്നല്ല, തല കഴുകത്തുള്ളൂ. ഡെയിലി തല കഴുകുന്ന കൂട്ടത്തിലൊന്നുമല്ല. പിന്നെ ഇനിയിപ്പോൾ തല കഴുകുകയാണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ എണ്ണ യൂസ് ചെയ്യാറില്ല. ഞാൻ വീക്കിലി 1 in a time ഓർ 2 in a time അപ്പോഴൊക്കെ ഞാൻ എണ്ണ യൂസ് ചെയ്യാറുള്ളൂ. അതും എനിക്കൊരു മൂടുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ ഇനി ഞാനിത് യൂസ് ചെയ്യണം. നല്ല എണ്ണയാണ് കേട്ടോ. ഇതിട്ട് കുളിക്കണോണ്ടാണോ എന്താണെന്നറിയില്ല, ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരു മുടി ഊരലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ മുടി ഊരൽ താരം പോലെ, ഡാൻഡ്രഫ് കാര്യങ്ങൾ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അടിപൊളി എണ്ണയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പുറത്തുനിന്ന് ഷവായിയും ഫുഡും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിന് കഴിച്ചത് ഇതാണ് കേട്ടോ. അപ്പോൾ ലഞ്ച് നല്ല ഹെവി ആയിട്ട് തന്നെ ഷവായൊക്കെ കഴിച്ചു. അപ്പോൾ ഇക്കാക്കും ഇങ്ങനെ ലെമണൊക്കെ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് തരാണ്. അങ്ങനെ എല്ലാവർക്കും കാക്കു തന്നെ പീസൊക്കെ ആക്കി തന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ട് തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഞാനും ഏമി ബേബിയും കൂടി കാക്കും കൂടി കഴിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ ബ്രദറും വന്നു. അവനും ഞങ്ങളും കൂടെ ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ ലഞ്ച് നല്ല ഹെവി ആയിട്ട് ഇത് കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. നമ്മൾ നേരെ ലഞ്ച് കഴിച്ചിട്ട് നേരെ പോയി കിടന്ന് ഉറങ്ങി. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിച്ച് തീർക്കാണ്. പിന്നെ ഈ ഒരു സമയത്തെ വോയിസ് എനിക്ക് ഇവിടുത്തെ വോയിസ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കാരണം എൻ്റെ ഹസ്ബൻഡും ബേബിയും എല്ലാവരും കൂടെ ഒച്ചയും ബഹളവും, എൻ്റെ ബ്രദറും ഒക്കെ ബേബിനെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഒച്ചയും ബഹളവും ഒക്കെയാണ്. അതുകൊണ്ട് ഞാൻ വോയിസ് തന്നെ കൊടുക്കാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്, എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് തന്നാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ ഞാനൊന്ന് കിടന്നുറങ്ങി വന്നതിന് ശേഷം ഈവനിങ് ആണ് കേട്ടോ ഇത്. എനിക്ക് വേണ്ടി ഞാനൊരു ലെഗ് പീസ് എടുത്ത് ഫ്രൈ ചെയ്ത് അതാണ് കേട്ടോ ഈവനിങ് കഴിക്കുന്നത്. ഈവനിങ് സ്നാക്സ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ എനിക്ക് ഇത് കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലെഗ് പീസ് ഫ്രൈ ചെയ്തിട്ട് ഈവനിങ് ഇങ്ങനെ അത് കഴിക്കാൻ കേട്ടോ. ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ സ്ഥിരം കാണിക്കുന്ന പോലെ ഉറക്കം എണീറ്റ് വന്ന് ബ്രഷ് ചെയ്ത് അങ്ങനെ കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാനത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈവനിങ് ഞാൻ ചായയും ചിക്കൻ ഫ്രൈയും കഴിച്ച ശേഷം ഞാനൊരു മിഠായി കൊണ്ടുപോയിട്ട് ഓപ്പൺ ടെറസിൻ്റെ അവിടെ കതക് തുറന്നിട്ടിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ കേട്ടോ. പുറത്തത്തെ സൗണ്ടും വെളിച്ചമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് തന്നെ മിഠായി കഴിക്കാൻ കേട്ടോ. അപ്പം മിഠായിയൊക്കെ കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ ഉമ്മിക്കും കാര്യങ്ങൾക്കൊക്കെ വിളിച്ചു കഴിഞ്ഞു. പിന്നെ എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിനുള്ള ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡും ബ്രദറും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ എൻ്റെ ഉമ്മ റിയൽ ഇൻസ്പിറേഷനാണ് കേട്ടോ. ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ട് നിനക്കൊണ്ട് പറ്റും, നീ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് എന്നെ മുന്നിലേക്ക് വന്ന ആൾ ഉമ്മയാണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടം കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാര്യം ഞങ്ങളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ആൾക്ക് വലിയ സുഖമില്ല എന്നുള്ള വാർത്ത നാട്ടിൽ നിന്ന് അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ
അറിഞ്ഞുകൊണ്ട് തന്നെ ഇനി വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നില്ല, പറ്റണില്ല. ഭയങ്കരമായിട്ട് ഞാൻ സാഡായിപ്പോയി. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരാളാണ്, ഫാമിലിയിൽ പെട്ട ഒരാളാണ്. അപ്പോൾ എനിക്കിനിയും വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം നമുക്ക് നാളെ ഇൻഷാ അള്ളാ കുഴപ്പമൊന്നുമില്ലെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് ഇവിടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.